ശരണമയ്യപ്പോ സ്വാമിയേ സ്വാമി മാർക്കോയായിട്ട് മഞ്ജുവിന് അടുപ്പം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയാണ് സത്യം, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോ മാർക്കോയായിട്ട് അടുപ്പം ഇല്ലെങ്കിൽ തെറ്റ് ചെയ്യാന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി. ഇനി സംഭവിച്ചത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഒരു തൃക്കാർത്തിക ദിവസം അമ്പലത്തിലെ കണ്ണേട്ടനെയും കൊണ്ടുപോയ അച്ഛന് ആക്സിഡന്റ് ഉണ്ടായത്. അങ്ങനെയാണ് ഞങ്ങളുടെ അച്ഛൻ മരിച്ചത്. കണ്ണേട്ടന്റെ കാലിന് സ്വാധീനമില്ലാതായത്. പ്രതാപ, എടാ പ്രതാപ, നീ എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? എടാ മോൻ പറഞ്ഞ കേട്ടില്ലേ? വൃശ്ചികത്തിലെ തൃക്കാർത്തികയുടെ അന്നാണ് കണ്ണന്റെ അച്ഛൻ പോയിരിക്കുന്നതെന്ന്. അത് പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തില്ലായിരുന്നു കേട്ടോ. പിറന്നാൾ ദിവസം അവൻ അത്ര നല്ലതല്ലെന്നല്ലേ. അപ്പോ ഇത്തവണയും എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ നടക്കണം. എന്തായാലും അവിടെ വലിയ തോതിലാ അയ്യപ്പ പാട്ടൊക്കെ നടക്കുന്നത്. 41 ദിവസം വ്രതമെടുത്ത് പോകാനാ തീരുമാനം. അതിൻ്റെ ഇടയ്ക്ക് ഇനി തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് കൂടി ഒരു പോക്കുണ്ട്. അത് അവന്റെ അവസാനത്തെ പോക്കാവട്ടെ. കരുണയ്ക്ക് എങ്ങനെയുണ്ട്? പോക്കില്ലാത്ത ഒരുത്തരെ കെട്ടിയതുകൊണ്ടേ അതിന്റെ സങ്കടത്തിൽ അകത്ത് തന്നെ ഇരിക്കുക. ഏത് നേരം ഉണ്ണിക്കുട്ടനെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ നീ പറയുന്നതോ? നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ശരി, അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഞാൻ തിരിച്ചൊന്നും പറയില്ല. അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് കരുണയെ തിരിച്ചു കൊണ്ടുപോകണമെന്ന്. എന്റെ പൊന്നുണ്ണിക്കുട്ട, അങ്ങനെ തിരിച്ചു കൊണ്ടുപോയാലേ ഒരു ദിവസമെങ്കിലും അവക്കൊരു സന്തോഷം കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അവള് വയ്യാത്ത കണ്ണനെ കൊണ്ട് മാലയിടിച്ചതൊക്കെ അവന്റെ ചലിക്കാത്ത കാല് ചലിക്കാൻ വേണ്ടിട്ടാ. അതിന് ചലനശേഷി കിട്ടി അവനൊരു അച്ഛനായാലുണ്ടല്ലോ. നീ പോയി പിന്നെ ആത്മഹത്യ ചെയ്താ മതിയടാ. ഏതായാലും വന്നതല്ലേ, ചെല്ല്, ചെന്ന് കാണ്. ചെല്ല്. ഇവനെ നല്ലൊരാണാക്കി എടുക്കാൻ എന്താടാ പ്രതാപ ഒരു മാർഗം? ഇവൻ ആണാകണമെന്നുണ്ടെങ്കിലേ കമലേശ്വരത്തെ സകല സ്വത്തുക്കളുടെയും മുകളിൽ ഇവൻ വരണം. അവൻ മുകളിലോട്ട് പോയാലേ ശരി. അങ്ങനെ വരാൻ പറ്റുമെന്നേ എനിക്ക് തോന്നുന്നേ ഇല്ല. നാക്കെടുത്താ വേണ്ടാതെ നീ പറയും. കരുണേ, അവിടെ വലിയ ശരണവിളിയും അയ്യപ്പ പാട്ടൊക്കെ നടക്കുക. കണ്ണേട്ടൻ മലയ്ക്ക് പോകുന്നുണ്ട്. നിങ്ങക്ക് പോവാൻ പാടില്ലായിരുന്നോ? അവിടെ പോയിട്ട് അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ ഇരിക്കായിരുന്നല്ലോ. കാടിന് നടുക്കല്ലേ, ഇനി അവിടെ പോയി ഇരിക്കുന്ന നിങ്ങക്ക് നല്ലത്. മോളെ, ഉണ്ണി മോളെ വിളിക്കാനായിട്ടാ വന്നത്. ആ സമയത്ത് മോള് ഉണ്ണിക്കുട്ടനെ വിഷമിപ്പിച്ച് വിടുന്നത് ശരിയല്ല. എന്നാ പിന്നെ സന്തോഷിപ്പിച്ച് വിടാം. എങ്ങനെ സന്തോഷിപ്പിക്കേണ്ടത്? ഞാൻ മോഹിനിയാട്ടാടണോ, അതോ കഥകളി കളിക്കണോ, അല്ലെങ്കിൽ ഓട്ടംതുള്ളിലാവാം? മോളെ, മോൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. പക്ഷേ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കണ്ടെന്നാ ഞാൻ പറഞ്ഞ്. സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? അയ്യോ, അങ്ങനെ പറഞ്ഞു വിടുവോ മോളെ? ഇത് മോളുടെ വീടല്ലേ? എടാ മോനെ ഉണ്ണിക്കുട്ട, എന്റെ വീട് അവിടെ അടച്ചിട്ടിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നെ. നീ കരുണമോളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വാ. നിങ്ങൾക്ക് കുറച്ചു ദിവസം അവിടെ താമസിക്കാം. ഇവിടെയാണെങ്കിലേ അയൽക്കാരൊക്കെ ചോദിക്കും, മോള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന്. നല്ല കാര്യങ്ങളൊന്നും ആരും വന്ന് തിരക്കാറില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പിന്നെ ചോദ്യത്തോട് ചോദ്യവാ. എന്ന് വെച്ചാ കല്യാണത്തിന് മുമ്പ്
കമലേശ്വരവുമായിട്ടുള്ള ബന്ധം കരുണമോളുടെ ഭാഗ്യാണെന്നല്ലേ എല്ലാരും പറഞ്ഞ്. കല്യാണത്തിന് ശേഷമല്ലേ ഭാഗ്യം മഹാഭാഗ്യമായിട്ട് മഹാലക്ഷ്മിക്ക് കിട്ടിയത്. ആ ഭാഗ്യം കാണാൻ എനിക്ക് അങ്ങോട്ട് വരാൻ മനസ്സില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എടാ ഉണ്ണിക്കുട്ട, നീ ഇവിടെ വന്ന് 1 or 2 ദിവസം നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് മോശമാ. ഭാര്യ വീടല്ലേ ഉണ്ണിക്കുട്ട. ഓ, ഉണ്ണിക്കൂട്ടനാവുന്നും വലിയ പ്രശ്നമല്ലെന്ന് തോന്നുന്നു. എങ്കിലും നമുക്ക് പ്രശ്നമാ പ്രതാപ. നിന്റെ പേര് പോലെ തന്നെ പ്രതാപത്തിൽ കഴിയുന്ന കുടുംബക്കാരാ നമ്മള്. ഇവിടുന്ന് ഒരു കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് മോൾക്കൊപ്പം മരുമകന് ഇവിടെ വന്ന് താമസിക്കുന്നെന്ന് പറയുന്നത് നമുക്കും ഒരു മാനക്കേടല്ലേ? ഞാനിവിടെ താമസിക്കാനല്ല വന്നത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. കരുണയുടെ മനസ്സ് മാറിയെങ്കിൽ വിളിച്ചോണ്ട് പോവാന്ന് കരുതിയാ എത്തിയത്. എന്ന് കരുതി എന്നെ കൂടുതൽ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാൾക്ക് നമ്മുടെയൊക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള തന്റെ ഇടം ഉണ്ട്. അല്ലാത്തടത്ത് പതറിയാ നിൽക്കുന്നത്. ആരാ പറഞ്ഞത് പതറിയാ നിൽക്കുന്നതെന്ന്? ഞാൻ നേർക്ക് നേരെ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്റെ ഏട്ടന്റെ ഏട്ടത്തിയുടെ ഒക്കെ മുന്നിൽ. പിന്നെ അധികാരം എനിക്കില്ലാതായിപ്പോയി. അതിന്റെ ഒരു ചെറിയ തന്റെ കുറവുണ്ട്. മോൾക്ക് നിന്റെ സംസാരം കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ വന്നത് മോളെ ദേഷ്യം പിടിപ്പിക്കാനല്ലല്ലോ. രണ്ടാളും കൂടെ സംസാരിച്ച് ഒരു സമവായത്തിലെത്ത്. വാടാ പ്രതാപ, സംസാരിച്ചു നോക്ക്. മോൾ ഇവിടുന്ന് വരണമെന്നുണ്ടെങ്കിലേ മോള് തന്നെ വിചാരിക്കണം. ഞങ്ങൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മോളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്ക്. സംസാരിക്കും. ഇരിക്ക്. മല കയറാൻ അയാൾ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, മാർക്കോയും അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്. പോകുന്നതിന് മുൻപ് അയാൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ ആലോചന നടക്കും. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. അതറിഞ്ഞിട്ട് തന്നെ ഞാൻ ചോദിച്ചത്. സ്വാമി ശരണയ്യപ്പ. ദേ, ഇവനെയൊക്കെ കൊണ്ടുപോയാൽ തന്നെ അയ്യപ്പസ്വാമി നല്ല ദർശനം കൊടുക്കത്തില്ല. ആ, ഇയാളൊരു മുരുക ഭക്തനല്ലേ? അതെ. ഇയാള് ഞാൻ ജോലി ചെയ്തിരുന്ന മുരുകക്ഷേത്രത്തിൽ നിത്യേന വരാറുണ്ടായിരുന്നു. മുരുകനും അയ്യപ്പനും എല്ലാം സഹോദരങ്ങളല്ലേ? എന്റെ അനിയനെ മാർക്കോ. അല്ല, സ്വാമിയുടെ സ്വന്തം അനിയ ഒരാള് ഇവിടെ നേരത്തെ കണ്ടല്ലോ. അയാള് മലയ്ക്ക് വരുന്നില്ലേ? അവൻ ഇവർക്കൊപ്പം പോകുന്നില്ല. എന്നാലും പോകാതിരിക്കരുത്. പാപികൾ മല ചവിട്ടുന്നത് നല്ലതാ. അതുകൊണ്ട് ചവിട്ടിക്കോ, വേണ്ടാന്നാരും പറഞ്ഞില്ലല്ലോ. മലയ്ക്ക് പോകാനായിട്ട് മാലയിടുന്ന ദിവസം ഇന്ന്. ഈ ദിവസം അനാവശ്യ സംസാരങ്ങളൊന്നും വേണ്ട മാർക്കോ. അതെ അതെ. അടുത്ത തവണ മല കയറുമ്പോ സ്വാമിക്ക് മലയിൽ നടന്നു കയറാൻ സാധിക്കട്ടെ. അങ്ങനെ കയറണമെന്നാണ് സ്വാമി ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. വലിയൊരു വൈദ്യനെയാ ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് ചിലപ്പോ അതിനൊക്കെ കഴിഞ്ഞേക്കും. അത്രത്തോളം അയ്യപ്പസ്വാമി എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എന്റെ ഈ 2 കാലുകളും ഒരുപോലെ ചലിപ്പിക്കാനെങ്കിലും കഴിഞ്ഞാൽ അത്രയും നല്ലത്.
ഇവിടെ കുറെ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ഉണ്ട്. അവരുടെ കീശ വീർപ്പിക്കാനായിട്ട് ഓരോരോ ചികിത്സകളൊക്കെ വിധിക്കും. ഒന്നിനും ഒരു ആത്മാർത്ഥതയില്ല. അവസാന രോഗികൾ മരിക്കുന്നത് വരെ ചികിത്സ ഇങ്ങനെ തുടരുകയും ചെയ്യും. അങ്ങനെ ഒരാളല്ല തോമസ് സാറ്. അദ്ദേഹം കാശിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല. അമിത ഫീസ് രോഗികളുടെ ഈടാക്കാറുമില്ല. അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് എനിക്ക് മെച്ചം ഉണ്ടായില്ലെങ്കിൽ ഈ ജന്മം ഞാനിങ്ങനെ അങ്ങ് ഒടുങ്ങത്തേ ഉള്ളൂ. മോനെ, അങ്ങനെയൊന്നും പറയാതെ കണ്ണ. നീ ഈ കള്ളവൈദ്യന്മാരെ ഒന്നും അമിതമായിട്ട് വിശ്വസിക്കാതെ ദൈവത്തെ വിശ്വസിക്ക്. അപ്പൊ നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. സ്വാമിയുടെ രണ്ടാനമ്മയാണ് ആ പോയതെന്നറിയാം. എന്നാലും അവർക്ക് സ്വാമി മാലയിട്ടപ്പോൾ പോലും ഒരു ഭക്തി തോന്നിയില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന സ്വന്തക്കാരെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവങ്ങളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയൂ സ്വാമി. അപ്പോഴേ മാർക്കോ ലോപ്പസേ കഞ്ഞിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. എല്ലാരും അതൊക്കെ കുടിച്ചിട്ടേ പോകാവൂ. അതത്രേ ഉള്ളൂ. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. വയറൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുക. സ്വാമി ശക്തമായ വ്രതം എടുക്കുമെന്ന കാര്യം ഉറപ്പാ. നിങ്ങളും അങ്ങനെ വേണം. ഇടയ്ക്ക് മനസ്സൊന്നും വ്യതിചലിച്ചു പോകരുത്. മനുഷ്യന്മാരോട് പോലും നന്ദികേട് കാണിച്ചിട്ടില്ല, പിന്നെ ദൈവങ്ങളോട് കാണിക്കുമോ സ്വാമി? ഞങ്ങൾ ഇത്തവണ അയ്യപ്പ ദർശനത്തിന് വേണ്ടി മാത്രമല്ല പോകുന്നത്, കണ്ണൻ സാറിന് തുണയായിട്ട് കൂടിയാ. ഈ വരുന്ന തൃക്കാർത്തിക ദിവസം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണം. അങ്ങനെ ആവാം. അന്ന് കണ്ണേട്ടന്റെ പിറന്നാളാ. ആഹാ. അന്നത്തെ ദിവസം പുതിയ ചികിത്സാ വിധികളൊക്കെ തോമസ് സാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഫലം കാണുമെന്നാ പറയുന്നേ. ഒരു തൃക്കാർത്തികയ്ക്കാ എനിക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നതും അച്ഛനെനിക്ക് നഷ്ടപ്പെടുന്നതൊക്കെ. ഞാൻ ഈ വീൽ ചെയറിലാവുന്നത് അന്നോട്ടാ. അതിനുശേഷം ആദ്യമായിട്ടല്ലേ ഇപ്പൊ മലയ്ക്ക് പോകുന്നത്? അതെ. ആ, അയ്യപ്പൻ തന്ന വിഷമങ്ങൾ മിക്കവാറും അയ്യപ്പൻ തന്നെ തിരിച്ചെടുക്കും. അങ്ങനെ കരുതാം. ഇത്ര ആത്മവിശ്വാസത്തോടെ അവൻ മല ചവിട്ടണമെങ്കിൽ അവന്റെ കാലിന് എന്തെങ്കിലും സ്വാധീനം കിട്ടിക്കാണുമല്ലോ പ്രതാപ. കാലിന് സ്വാധീനം കിട്ടിയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാ? എടാ, നീ പറഞ്ഞത് അവന്റെ വലതുകാലിനോടൊപ്പം ഇടതുകാലും ചലിക്കുന്നല്ലേ? പക്ഷേ അവന്റെ നട്ടലിലാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. അത് നേരെയാവാതെ എങ്ങനെയാടാ അവൻ നടക്കുന്നത്? പാമേട്ടാ, അവനോടൊപ്പം ആ മാർക്കോയും ലോപ്പോസും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ കണ്ണന് കയറാൻ പറ്റുമല്ലോ. പിന്നെ ഡോളിയുടെ സഹായം ഉണ്ടാവും. എടോ പ്രതാപ, വൃശ്ചികത്തിലെ തൃക്കാർത്തികയാണ് അവന്റെ പിറന്നാൾ ദിവസം. അന്നേ ദിവസം ആക്സിഡന്റിലാണ് അവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെയാണ് അവന്റെ കാലിന്റെയും നട്ടലിന്റെയും സ്വാധീനം പോയത്. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ദിവസമാണ് അവന്റെ പിറന്നാൾ ദിവസം. അങ്ങനെയുള്ളവൻ ഈ വൃശ്ചിക മാസത്തിൽ മല ചവിട്ടുമെന്നൊക്കെ പറയുമ്പോ അതിനകത്ത് എന്തൊക്കെയോ പൊരുത്തക്കേട് പോലെ. അവൻ ഓരോ ദിവസം കഴിയുന്തോറും ആ പഴയ അവസ്ഥയിലേക്ക് വരികയാണച്ചാ. ഇതിനെല്ലാം കാരണം അവൾ ആരാധിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹ. അതിനെപ്പറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എടുത്തോണ്ട് പോയി ആറ്റിലെറിഞ്ഞാലും തിരിച്ചു വരുന്ന വിഗ്രഹം അത്. ജീവനുള്ള വിഗ്രഹം. അയ്യപ്പസ്വാമിയാ മഹാലക്ഷ്മിയുടെ ഉയർച്ചയ്ക്ക് കാരണം. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ ഒരു മാർഗവും ഇല്ലേ? അല്ല, ഉണ്ണിയും കരുണയും വിചാരിച്ച അത് എടുത്ത് കളഞ്ഞൂടെ അങ്ങളെ? അവര് കളഞ്ഞാലേടാ, അതല്ലേ തിരിച്ചു വന്നത്. എന്റെ അങ്ങളെ, ആ വിഗ്രഹം എങ്ങനെയെങ്കിലും എടുത്ത് എന്റെ ഒന്ന് താ. പിന്നെ അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ദൈവങ്ങളെ ഒന്നും തൊട്ട് കളിക്കണ്ട.
മഹാലക്ഷ്മി ദൈവത്തിന്റെ പുത്രിയായിട്ടാണ് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത 2-3 ആണുങ്ങൾ വിചാരിച്ചാൽ അവളെ തളയ്ക്കാൻ പറ്റത്തില്ലേ? കണ്ണന്റെ അച്ഛൻ അവനേക്കാളും കരുത്തനായിരുന്നു ഒരു സമയത്ത്. അന്നാണ് അവനെ നിശബ്ദനാക്കിയത്. പക്ഷേ നമ്മളിപ്പോ തോറ്റോണ്ടിരിക്കുന്നത് കണ്ണന്റെ മുന്നിലല്ല, അവന്റെ ഭാര്യയുടെ മുന്നിലാ. എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ഇതുവരെയും തോർന്നിട്ടില്ല. അതിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിക്ക് ഉടനെ എന്തെങ്കിലും സംഭവിക്കണം. അയാളെ വിളിക്കുന്ന ആ ടെക്സ്റ്റൈൽസിലെ മാനേജർ. ഹലോ സാറേ, സാർ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. ആ എന്തു പറ്റിടോ? സാറൊന്ന് വാ, എന്നിട്ട് പറയാം. എന്താടാ? ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്നാ പറയുന്നത്. എന്നാ പിന്നെ ഞാൻ പോയിട്ടാ. എന്റെ അങ്കിളെ ഒരു തെമ്മയ്ക്കാട് പണിക്കിറങ്ങി. വേറൊരുത്തി ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരിയായി. പക്ഷേ രണ്ടിനെയും അവിടെ നിന്നെല്ലാം ഞാൻ പുകച്ച് പുറത്ത് ചാടിച്ചു. ഇപ്പോഴേ ജീവിക്കാൻ കഴിയാതെ പെരുവഴിയില രണ്ടും. അതിനിടയ്ക്ക് എന്തിനാണ് അയാൾ നിന്നെ വിളിച്ചത്? ആ ഒന്നും അറിയില്ല ചാ. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വിളിക്കാം. എന്റെ പ്രതാപ, അവനെ താനൊന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്. കണ്ണന്റെ മഹാലക്ഷ്മിയുടെ പിന്നാലെ നടന്ന നമ്മുടെ ബാക്കിയുള്ള ആയുസൂടെ പോത്തേ ഉള്ളൂ. അവരൊക്കെ ചെറുപ്പമാ. ഞാനും ഈ കാര്യത്തിൽ ചെറുപ്പമാവാൻ വേണ്ട. എന്റെ ആയുസ് കൊടുത്തിട്ടാണെങ്കിലും മഹാലക്ഷ്മിയുടെ ആയുസ് എടുക്കണം. ആ ഒരൊറ്റ ചിന്തയിലാ ഞാനിപ്പോ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത്. അവള് എന്നെ വെറും ആണത്വം ഇല്ലാത്തവനാക്കിയിട്ട് ഞാൻ കൂലിക്കെടുത്തവനോടൊപ്പം ഒളിച്ചോടി പോയി. എന്നിട്ട് അന്തസ്സായിട്ട് ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് കരുതി. ഈ ടെക്സ്റ്റൈൽസിലെന്നല്ല, നാട്ടിൽ ഒരിടത്തും അവള് ജോലി ചെയ്യാൻ പോകുന്നില്ല. മറുനാട്ടിലും ചെയ്യില്ല. മഞ്ജു, ദേ അവൻ വരുന്നുണ്ട്, ആ ഭൂലോക ഫ്രോഡ്. വരട്ടെ. മഞ്ജുന്റെ ഫ്രണ്ടേ, ഒന്ന് നിന്നേ കൊച്ചേ അവിടെ. അല്ല, സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും? അതെ, പരമസുഖവാ.
നീയോ? നിന്നെ പറഞ്ഞു വിട്ടാലേ? അതെ, പക്ഷെ പറഞ്ഞു വിട്ടതിനേക്കാൾ സ്പീഡില് തിരിച്ചെടുത്തു. ഞങ്ങളും പാവങ്ങളല്ലേ സാറേ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? നീയേ എന്റെ നെഞ്ചത്ത് കരിങ്കോടി നാട്ടിയിട്ട് അങ്ങനെ ജീവിക്കണ്ടേ? നേരെ ചൊവ്വേ ജീവിച്ചില്ലെങ്കിലേ നിന്റെ നെഞ്ചത്ത് മിക്കവാറും റീത്ത് വെക്കും. എടീ, ഞാൻ എന്തായാലും ജയചന്ദ്രൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ചെല്ല് ചെല്ല്, കാണ. എടോ, എന്താടോ ഇതൊക്കെ? താൻ ഈ കാഴ്ച കാണാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പറഞ്ഞു വിട്ടോളാം, താൻ തിരിച്ചെടുത്തല്ലേ? എന്റെ നിസ്സഹായാവസ്ഥ മേഘൻ സാർ ഒന്ന് മനസ്സിലാക്കണം. എടോ, അവളെ ആര് സഹായിച്ചാലും അവൾ എന്റെ ശത്രുവാ. സാറേ, അവളെ തിരിച്ചെടുത്തില്ലെങ്കിൽ സാറിനേക്കാളും വലിയൊരു ശത്രു ജനിക്കും. ആ ശത്രുവിന്റെ പേര് മാർക്കോ എന്നാ. മാർക്കോ ഇവിടെ വന്ന് എന്നെ ഒന്ന് പെരുമാറി സാറേ, എന്നിട്ട് അവളെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? മഞ്ജു ഇവിടെ തിരിച്ചു കയറിയ ശേഷം വീണ്ടും അവൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് സാറിനോട് ഇങ്ങോട്ട് വരാൻ പറയണമെന്നും പറഞ്ഞു. ഇടൂ, അത് അവൻ മനഃപൂർവ്വം പറഞ്ഞതാ. ഞാനാണല്ലോ അവളുടെ ജോലി കളയിച്ചത്. എന്നിട്ട് അവളും അവളുടെ കെട്ടിയവനും താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ഇന്നലെ രാത്രി ഞാനൊരു പ്രകടനം നടത്തിയതാ. അതിന് എന്നെ നാണം കെടുത്താൻ വേണ്ടി തന്നെയാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സാറേ, ഈ മാർക്കോയിട്ടൊക്കെ നമുക്ക് മുട്ടാൻ പറ്റൂ? അങ്ങനെ മുട്ടിയ മാർക്കോ നമുക്ക് മാർക്കിടത്തില്ലേ? എന്റെ പൊന്നു സാറേ, ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉള്ളതാ. പിള്ളേരൊന്നും എവിടെ എത്തിയിട്ടില്ല, കൊച്ചു കുട്ടികളാ. ഈ മാർക്കോ എന്ന് പറയുന്ന സാധനത്തിനെ അതൊന്നുമില്ല. എടോ, എനിക്കും ഇല്ലടോ കുടുംബം. ഉണ്ടായിരുന്ന കുടുംബത്തെയാ ഇപ്പൊ ജോലിക്ക് കയറിയവളും ഇല്ലാതാക്കിയത്. അതിന് നിമിത്തമായതോ അവൻ തന്നെ, മാർക്കോ. എന്നിട്ട് സാറിന് അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? സാറിനെ പോലെ സ്വാധീനമുള്ള ഒരാൾക്ക് അതിന് കഴിയുന്നില്ല. പിന്നെ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എടോ, അവനെ ഞാൻ അരിഞ്ഞ് തള്ളൂടോ. അവൻ തീർന്നു കഴിഞ്ഞാല് പിന്നെ എന്റെ ശത്രുക്കളുടെ ഓരോരുത്തരുടെ എണ്ണ എടുക്കും ഞാൻ. അത് കഴിഞ്ഞ ദേ, ഞാൻ നെഞ്ചു തൊട്ട് പറയാണ് സാറേ, അടുത്ത നിമിഷം ഞാൻ അവളെ പറഞ്ഞുവിടും. അല്ലാതെ അവൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല സാറേ. ശരി, ഇത് എനിക്കേറ്റ അടുത്ത തിരിച്ചടിയാ. ആ മാർക്കോയെ മാന്തി പൊളിക്കാതെ എനിക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലായി. എല്ലാരും കൂടി എന്റെ നെഞ്ചത്തോട്ട് വന്ന് കയറിയാൽ ഞാൻ എന്തോ ചെയ്യാനാ? അവസാനം ഞാൻ പുറത്താകുമോ എന്തോ. ഇനി അവൻ എന്നെ ശല്യം ചെയ്യില്ല. മാർക്കൊന്ന് കേട്ടാലേ അവന് പേടിയാ. അങ്ങനെ ഒരാള് വേണം മഞ്ജു നമ്മുടെ രക്ഷയ്ക്ക്. അല്ലെങ്കിലേ ഇവനെ പോലുള്ളവന്മാര് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എന്തായാലും കൃത്യസമയത്ത് തന്നെയാ നീ അവന്റെ ജീവിതത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അത് 100% സത്യമാ. അല്ലെങ്കിൽ എന്റെ ജീവിതം കഴിഞ്ഞു പോയനെ. എന്തായി? മാനേജർ എന്നെ ഇവിടെ എടുക്കാനുള്ള കാരണമൊക്കെ പറഞ്ഞോ? നീ മാത്രമല്ല ഈ നാട്ടിലെ തമ്പുരാൻ, അതിലും വലിയ തമ്പുരാക്കന്മാരൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടേ നിന്റെ തടി കേടാവാതിരിക്കാൻ നീ നോക്ക്. ഇന്നും നാളെയും കൊണ്ട് ലോകം അവസാനിക്കത്തില്ല.
എന്നെ ചതിച്ചവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല. എനിക്കിനി മുന്നും പിന്നൊന്നും നോക്കാനില്ലടാ. ഞാൻ ജീവിക്കുന്നതേ വ്യക്തമായ ധാരണയോടെയാ. ഓ, എനിക്ക് വേണമെങ്കിലേ കണ്ണേട്ടനോടൊരു വാക്ക് പറഞ്ഞാ മതി, ഒരു ജോലി കിട്ടും. പക്ഷെ ഞാൻ പറയില്ല. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം. അതിനു വേണ്ടിട്ടാ ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോയത്. ഓ, എന്നിട്ട് മഹാലക്ഷ്മി ആ നാണയില്ലാത്തവനെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോലും കേട്ടില്ലല്ലോടി. ആയിക്കോട്ടെ, സാഗരേട്ടനെ കേറ്റിയില്ല. പക്ഷേ എനിക്കൊരു ജോലി തരാൻ ഏട്ടത്തിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിന്നെയാണ് കണ്ണേട്ടനെ എല്ലാത്തീന്ന് ഒഴിവാക്കിയത്. അതെ, നിന്റെ സ്വഭാവ മഹിമ കൊണ്ടാ. ആയിക്കോട്ടെ, മാർക്കോയെ കണ്ടാണ് നിന്റെ ഈ തുള്ളല്. പക്ഷേ അത് അധികകാലം ഇല്ല. എടി, അവൻ വെട്ടേറ്റ് വീഴുന്ന അന്ന് നിന്റെയൊക്കെ ജീവിതം തീർന്നെന്ന് കൂട്ടിക്കോ. തിരിച്ച് സംഭവിക്കാതിരിക്കാൻ നോക്കിക്കോ നീ. നിന്റെ ശരീരത്തില് മണ്ണു പറ്റാതെ നീ നോക്കിക്കോ. എടി, മേഘന്റെ പ്രതികാരം ഒരിക്കലും അവസാനിക്കില്ലടി. അത് തുടങ്ങിയതുപോലെ തന്നെ നിൽക്കും. എനിക്കറിയാം. പക്ഷേ നീ ഒരു കഴിവ് കെട്ടവന്. അതുകൊണ്ടാ വളഞ്ഞ വഴിയിലൂടെ ഓരോന്ന് ചെയ്യുന്ന. പക്ഷേ മാർക്കോ അങ്ങനെയല്ല. നെഞ്ചു വിരിച്ച ഇവിടെ വന്നത്. എന്നിട്ടാ മാനേജരോട് സംസാരിച്ചത്. അപ്പൊ അയാൾക്ക് കാര്യം മനസ്സിലായി. നിന്റെ വാക്കിനേക്കാൾ മാർക്കോയ്ക്ക് മാനേജറുടെ മുമ്പിൽ വില ഉണ്ടെങ്കിൽ ഈ നാട്ടിലും അതേ വില തന്നെ മാർക്കോയ്ക്കുണ്ട്. നീ ഇവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ഇപ്പൊ മാർക്കോ അറിഞ്ഞ ഒളിഞ്ഞു തെളിഞ്ഞൊന്നും അല്ല, ഇരുട്ടത്തും അല്ല. നേരിട്ട് വരും നിന്നെ കാണാൻ മാർക്കോ. അത് നിനക്ക് കാണണോ? എന്തേ അങ്ങ് ഭയന്നു പോയത്? എനിക്കൊരു ഭയവും ഇല്ലടി. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇയാളൊന്നും കാണിക്കില്ല. അതിനുള്ള കഴിവേ നിനക്കില്ല. പെണ്ണുങ്ങളെ വഞ്ചിക്കാനും പറ്റിക്കാനും അല്ലാതെ. നിനക്ക് മറുപടി തരുന്നൊരു ദിവസം വരും. ഇനിയേ അതിന് അധിക നാള് താമസമൊന്നുമില്ല, കേട്ടോ? മഞ്ജു, ഏയ് ഒന്നുമില്ല. അത് വെറും ഒരു ഓലപ്പടക്കം. കഞ്ഞി അസലായിരുന്നു കേട്ടോ. അതിന്റെ കൂട്ടായിരുന്നു ഗംഭീരം. എന്റെ ഭാര്യ കൈതൊട്ടാ ഒന്നിനും ടേസ്റ്റ് കുറയില്ല മാർക്കോ. കഴിക്കേണ്ട സമയമായപ്പോ സാറിന്റെ രണ്ടാനമ്മയൊക്കെ പുറത്തേക്ക് വന്നില്ലല്ലോ സാറേ. അവര് വരില്ല. ഇവിടെ നടന്ന ചടങ്ങുകളൊക്കെ കണ്ടോണ്ട് നിന്നത് തന്നെ അവര് വലിയ പാടുപെട്ടാ. എന്തായാലും അവരുടെ മോൾക്ക് വീണ്ടും ടെക്സ്റ്റൈൽസിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അവിടെയും മേഘന്റെ കൊമ്പടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സാറ് മഹാലക്ഷ്മിയായിട്ട് അവരെ ദ്രോഹിക്കരുത്. അതെന്താ മാർക്കോ അങ്ങനെ പറഞ്ഞത്? ഞങ്ങളല്ലല്ലോ മഞ്ജുവിന്റെ ജോലി കളയാൻ കാരണക്കാര്. മഞ്ജുവിന്റെ ജോലി കളഞ്ഞില്ലെങ്കിലും സാഗറിനെ സ്വന്തം സൈറ്റിൽ നിന്ന് ഓടിച്ചില്ലേ? മാർക്കോയൊക്കെ പോലീസിനേക്കാളും കൂടുതൽ ഇവിടെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണല്ലോ. എന്നിട്ട് സാഗറിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റാത്തത്? ഞങ്ങളാ ഓട്ടത്തില്ല സാറേ. ഏതെല്ലാം രീതിയിൽ മേഘൻ സാറിനെയും മഹാലക്ഷ്മിയെയും തകർക്കാൻ നോക്കിയതാ. അവിടെയൊക്കെ തിരിച്ചടി കിട്ടിയത് ആർക്കാ സാറേ? ഇപ്പോ അവന്റെ ശ്രദ്ധ എത്രയും മഞ്ജുവിലും സാഗറിലുമാ. അവിടെയും അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ന് നല്ലൊരു ദിവസമാണ്. ആ ദിവസം തന്നെ പുണ്യകർമ്മങ്ങൾ ചിലത് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ സാറിനോട് പറയാ, സാഗറിന്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ശിക്ഷിക്കരുത്. അവനിപ്പോ നന്നായെന്നാ സാറേ ഞങ്ങളുടെ വിശ്വാസം. അത് വിശ്വസിക്കാന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ കഞ്ചാവ് കേസിൽ അവൻ പ്രതിയല്ലാന്ന് ഞങ്ങൾക്ക് തെളിവ് സഹിതം മനസ്സിലാവണം.
അത് ഞങ്ങൾക്ക് മാത്രമല്ല, തോമസ് സാറിനും. അറിയാലോ, സാർ അതുകൊണ്ടാ ഇപ്പോഴും അവനെ തിരിച്ചു വിളിക്കാതിരിക്കുന്നേ. ഇന്ന് എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും സാറേ. മഞ്ജുവിന്റെ ജോലി കളയിച്ചത് മേഘനാണെന്ന കാര്യം ഉറപ്പാണല്ലോ. അതാ ടെക്സ്റ്റൈൽസിലെ മാനേജർ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, ജോലി പോയ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും വീട്ടിൽ പോയി അവൻ ചില പ്രകടനങ്ങളൊക്കെ നടത്തി. അതിനുള്ള മറുപടി അവനിന്ന് കിട്ടിയിരിക്കും. കഞ്ഞിയുടിയൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ പോകുന്നില്ലേ? പോകേണ്ടവര് ഇവിടുന്ന് പോയിട്ടുണ്ട് നേരത്തെ. അമ്മയുടെ മോൻ ഇവരൊക്കെ ചിലപ്പോ ഇനി ഈ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിച്ചൊന്നും വരും. ഓ, ഇത് നിന്റെ വീടാണല്ലോ. അതുകൊണ്ടിനി ആരിവിടെ താമസിക്കണം താമസിക്കേണ്ടെന്നൊക്കെ നീയാണല്ലോ തീരുമാനിക്കുന്നത്. അതെ, ഈ വീടിനകത്ത് എന്റെയും മഹിയുടെയും ജീവിതം സുരക്ഷിതമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരെ ചിലപ്പോ ഞങ്ങൾ ഇതിനകത്ത് താമസിപ്പിച്ചു എന്ന് വരും. എന്താന്ന് വെച്ചാ ആയിക്കോ. ഞങ്ങളെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞേക്കാനാണ് ശ്രമിച്ചതെന്ന് തോന്നുന്നു. സാറേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കത് ഏൽക്കില്ല സാറേ. എന്തായാലും അവരുടെ അനന്തരവനെ ഇന്ന് പൂജയ്ക്ക് വെക്കുന്ന ദിവസമാണ്. അതിന് ചില ആൾക്കാർ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്താ സാറേ? ആദ്യം നീ ഇങ്ങോട്ട് ഇറങ്ങ. ഞങ്ങൾക്ക് ഈ കാർ ഒന്ന് സെർച്ച് ചെയ്യണം. കാറിനകത്തൊന്നും ഇല്ല സാറേ. അത് ചെക്ക് ചെയ്തിട്ട് പറയാം നീ പറഞ്ഞത് ശരിയാണോ അല്ലേ ഒന്ന്. സത്യമായിട്ട് ഇതിനകത്തൊന്നും ഇല്ല സാറേ. ഇങ്ങോട്ട് മാറിയിക്കടാ. ഇങ്ങോട്ട് മാറിയിക്കടാ. അടിക്കും തുറന്നേ. സാറേ, ഡിക്കിയിലൊന്നുമില്ല സാറേ. ഡോ, അകത്ത് നോക്കടോ. സാർ, ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതിനകത്തൊന്നുമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഡിക്കിയിലല്ലേ വെക്കത്തുള്ളൂ. കിടന്ന് ചിലക്കാതടാ. ഇതിനകത്തൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാലേ സോറി പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. അപ്പം എന്റെ ടൈം വേസ്റ്റ് ആയതോ സാറേ? പോലീസിന് സംശയം തോന്നിയാലേ പൊതുജനത്തിന് ചിലപ്പോ സമയമൊക്കെ വേസ്റ്റ് ആയെന്ന് വരും. സാറേ, ഒരു കവർ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു? അത് ശരി. അപ്പൊ നിന്റെ കാറിനകത്ത് വന്ന കവർ എവിടുന്നാണെന്ന് നിനക്കറിയത്തില്ലല്ലേ? സാറേ, സത്യമായിട്ടും ഇങ്ങനെ ഒരു കവർ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ലായിരുന്നു സാറേ. അതൊന്നും നോക്കട്ടെടോ. ഇതൊന്ന് തുറന്നു നോക്ക്. സാർ, വേഗം തുറക്കടോ. ശരി. നല്ല അസല് കഞ്ചാവാണല്ലോടാ. ഇത് ഒരു 2-2.5 കിലോയ്ക്ക് മോളി കാണുമല്ലോ. അയ്യോ സാറേ, എന്നെ ആരോ ചതിച്ചതാ സാറേ. സത്യമായിട്ട് ഞാൻ നിരപരാധിയാ സാറേ. നിരപരാധി ആയിരുന്നു. ആര്? അന്ന് പിടിയിലായ സാഗർ എന്ന പയ്യൻ. അവന്റെ കാറില്
നീയാണ് കഞ്ചാവ് വെച്ചതെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പോ അത് ബോധ്യമായി. യഥേഷ്ടം ഇത് ഉപയോഗിക്കുന്നവനാണല്ലോ മറ്റുള്ളവരുടെ കാറിൽ ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്. എടുത്ത് വണ്ടി വയ്ക്കുക. സാറേ, ഞാൻ സകല ദൈവങ്ങളെ വിളിച്ച് സത്യം പറയുക. സത്യമായിട്ട് കഞ്ചാവ് വന്ന വഴി എനിക്ക് അറിയില്ല സാറേ. ഞങ്ങൾക്കും അത് അറിയില്ലടാ. ഇനി അത് അറിയണം. നീ അത് ഞങ്ങളോട് പറയണം. കേരള വണ്ടിയില് സാറേ ഒന്നും പറയണ്ട. ഇവനെ പിടിച്ച് വണ്ടി കയറ്റ്. സാർ സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. പറയുന്നത് വിശ്വസിക്കുന്നു സാറേ. ഞാനല്ല സാറേ, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളൊന്നും അല്ല. എടാ, കഞ്ചാവ് കടത്തുന്നവരാരും കഞ്ചാവ് ഉപയോഗിക്കാറില്ല. അവർക്ക് വേണ്ടത് ലഹരിയല്ല, പണമാ. അത് പണം കൊടുത്ത് വാങ്ങുന്നവനാ പുക ഉള്ളി ചെന്നിട്ട് സകല തോന്നിവാസങ്ങളും കാണിക്കുന്നത്. എന്നുവെച്ചാൽ വലിക്കുന്നവനേക്കാൾ തെറ്റുകാരനാടാ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവൻ. വണ്ടി വേഗം വിടും സാർ. അതെ പ്രതാപേട്ടാ, ഇപ്പൊ മാസാമാസം ഇങ്ങേർക്ക് കിട്ടേണ്ട തുക കണ്ണൻ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാ ഇങ്ങേരോടും മേഘനോടും പറഞ്ഞോണ്ടിരിക്കുന്നത്. അതും കൂടെ ഇല്ലാതാക്കരുതെന്ന്. ഉള്ള കഞ്ഞിയിൽ പാറ്റയിടരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എനിക്കത് അറിയാലോ. അതുകൊണ്ടാ ഞാൻ അവരോടൊക്കെ പറയുന്നത് ഇനി സൂക്ഷിച്ചും കണ്ട് ഓരോരോ കളികൾ കളിച്ചാൽ മതിയെന്ന്. എന്റെ മോനാണെങ്കിൽ ഉള്ളതുകൂടി ഇല്ലാതാക്കാൻ നടക്കുക. ദേ, ഇവിടെ ഒരുത്തിക്ക് നല്ല നല്ല ആലോചനകൾ വരുന്നുണ്ട്. സ്ത്രീധന സമ്പ്രദായമൊക്കെ നിർത്തിയെന്ന് പറച്ചില്ലേ ഉള്ളൂ. ചോദിക്കുന്നതൊക്കെ വായിക്കൊള്ളാത്ത സ്വർണവും പണവും ഒക്കെയാ. കണ്ണം വേണം ഇവളുടെ കല്യാണം നന്നായി നടത്താനായിട്ട്. ആ സമയത്ത് അവനെ ചൊടിപ്പിച്ച അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്റെ ശ്രീമതനെ, എത്രയോ കാലമായിട്ട് കണ്ണന്റെ സ്വത്ത് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ജീവിച്ചവരാണ് മേഘനും ഉണ്ണിയും നിങ്ങളെല്ലാവരും. അത് പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുന്നത് ആർക്കായാലും സഹിക്കാൻ പറ്റുമോ? നിങ്ങൾ കരുതും പോലെ നിസ്സാരമല്ല കാര്യങ്ങള്. ഇപ്പൊ മഹാലക്ഷ്മിയും കണ്ണനെയൊക്കെ സഹായിക്കാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടകളും കൂടെയുണ്ട്. ദേ, കണ്ണൻ ശബരിമല കയറാൻ പോകുന്ന പോലും അവർക്കൊപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഉള്ള ആരോഗ്യവും സമ്പത്തും നശിക്കാതിരിക്കാൻ നമ്മളെല്ലാരും നമ്മുടെ സ്വഭാവം കുറച്ചൊക്കെ ഒന്ന് മാറ്റുന്നതാ നല്ലത്. ആരാ മോളെ? അറിയില്ല, നമ്പരാ. ഹലോ. ആ അതെ, ഞാനാ മാർക്കോ. എന്താ മാർക്കോ? മാർക്കോ സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ല. ടി വിയുടെ മുന്നിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ടി വി ഒന്ന് ഓൺ ചെയ്യാൻ ആരോടെങ്കിലും ഒന്ന് പറ. അതിനകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട്, ചൂടോടെ അതങ്ങ് കണ്ടേക്ക്. എന്താ മാമേട്ടാ, അവൻ എന്തിനാ വിളിച്ചേ? മോളെ, നീ ആ ടി വി ഒന്ന് ഓണാക്കിക്ക്. ടി വി ഓണാക്കാനാവും പറഞ്ഞേ. വാർത്ത ഇനി എന്തെങ്കിലും വന്നോന്ന് അറിയത്തില്ല. മോളെ, ടി വി ഒന്ന് വെച്ചേ. വയ്ക്കും മോളെ. ഏതാണ്ട് 2-2.5 കിലോ കഞ്ചാവാണ് പ്രതിയുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അയ്യോ അയ്യോ ചേട്ടൻ. എത്ര കിലോ കഞ്ചാവാ സർ പിടികൂടിയത്? 2.5 കിലോയോളം വരുന്ന കഞ്ചാവാണിത്. ഇത് ഇയാളുടെ കാറിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയതാ.
അജ്ഞാത സന്ദേശം കിട്ടിയിട്ടാണ് ഞങ്ങൾ സെർച്ചിനിറങ്ങിയത്. സാറ്, ഇയാൾക്ക് ഈ റാക്കറ്റുമായി എങ്ങനെയാണ് ബന്ധമുള്ളതെന്ന് പരിശോധിക്കും. പരിശോധിച്ച് തീരുമാനമെടുക്കും. കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒന്ന് മാറി നിൽക്കൂ. സൈഡിലേക്ക് മേഘനാഥൻ എന്ന മേഘന്റെ കാറിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കാറിനകത്ത് ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന് പോലീസിന് അജ്ഞാത സന്ദേശം ലഭിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് പ്രതിയുടെ കാർ ഇതുപോലെ തന്നെ കഞ്ചാവ് ഇതിലെന്തോ ചതിയുണ്ട്. അവൻ ടെക്സ്റ്റൈൽസിലോട്ട് പോകുന്നു പറഞ്ഞാണല്ലോ ഇവിടുന്ന് പോയത്. പിന്നെ ഇത് എന്താ സംഭവിച്ചത്? ടെക്സ്റ്റൈൽസിനെ മാനേജർ വിളിച്ചത് ചതിക്കാനാണെന്ന് പറയാൻ പറ്റില്ല. ആ മാനേജര് അവന്റെ കൂട്ടുകാരനാണല്ലോ. അവനല്ലേ മഞ്ജുവിനെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. എന്റെ സംശയം മുഴുവൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇപ്പൊ വിളിച്ചവനാണോന്നാ. മാർക്കോ. ആ മാർക്കോയെ ചേട്ടന് വലിയ പേടിയായിരുന്നു. എന്തിനും പോന്നൊരുത്തനവൻ. അതുകൊണ്ട് അവനുമായിട്ട് ഒരു മത്സരത്തിന് നിൽക്കേണ്ടെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ. കഞ്ചാവ് കേസിലാ സാഗറിനെ മേഘം കുടിക്കത്. പകരത്തിന് പകരം ചെയ്തതാണോ എന്ന് സംശയിക്കണം. അങ്ങനെയെങ്കിൽ ഇതിന്റെ പിന്നിൽ മാർക്കോ മാത്രമായിരിക്കില്ല, കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ കാണും. മല ചവിട്ടാൻ പോകുന്നവൻ മാലയിട്ടിട്ട് ആദ്യം ചെയ്യുന്ന കർമ്മമാണ് ഇതെന്നാ തോന്നുന്നത്. കണ്ണന്റെ ജന്മമാസം അവന് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോ അത് മോശമായി തുടങ്ങിയത് നമ്മുടെ മോനാണോ ശ്രീമതിനി? ഇനിയും മോന് ഉപദേശങ്ങൾ കൊടുക്ക് രണ്ടാളും കൂടി. അവന്റെ ഭാവി പോയി. അവനെ മാത്രം സ്നേഹിച്ച് നടന്നിരുന്ന അവന്റെ മുറപ്പെണ്ണും അവനെ വിട്ടുപോയി. എന്നിട്ടും അത്യാഗ്രഹം അവസാനിപ്പിക്കാതെ എന്തൊക്കെയോ നേടാനായിട്ട് നടക്കുക. ടിവിയിലൊക്കെ വാർത്ത വന്നു. ഇനിയിപ്പോ ചോദ്യങ്ങളുമായിട്ട് അയലത്തുകാരും ബന്ധുക്കളും ഒക്കെ വരും. നാളെ അവൻ ജയിലിലായി കഴിഞ്ഞ പിന്നെ ജയിൽ പുള്ളിയാ. ഒരു ജയിൽ പുള്ളിയുടെ പെങ്ങളെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ? അവന്റെ ഭാവി പോയി. അതിന്റെ കൂടെ ഇവളുടെ ഭാവിയും കൂടെ ഇല്ലാതാക്കാൻ നടക്കുക അവങ്ങളെന്നും പറഞ്ഞു. എത്ര പറഞ്ഞാലും അച്ഛനും മോനും മനസ്സിലാവില്ല. എന്തിനാ മോളെ അമ്മ എന്നെ കുറ്റപ്പെടുന്നത്? ഞാനിപ്പോ കണ്ണനെ മഹാലക്ഷ്മിയെ നശിപ്പിക്കണമെന്ന് നിന്റെ ആങ്ങളോട് പറയുന്നില്ല. പ്രതാപനോട് പോലും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എടോ പ്രതാപ, അയ്യപ്പസ്വാമി അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് അയ്യപ്പന്റെ മാസമാ. ഈ മാസത്തിൽ അവളെ തൊടാൻ നമുക്കൊന്നും പറ്റത്തില്ല. എന്ന് മാത്രമല്ല, അവള് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നാശമായിരിക്കും ഫലം. ഇപ്പൊ തന്നെ കരുണമോളുടെ കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പ്രതാപ. ഇനി ആരെന്തു പറഞ്ഞാലും ശരി, അയ്യപ്പസ്വാമി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഉപദേശിച്ചാലും ശരി, മഹാലക്ഷ്മിയെ അടുപ്പിലിട്ട് കത്തിക്കുന്നത് വരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല.